10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലെ 13ാമത്തെ പേജിലെ ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസസ്. ഗീവ് റീസൺസ് ഓൾസോ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ്. ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസവും എഴുതണം. നമുക്കിവിടെ 6 സീക്വൻസ് തന്നിട്ടുണ്ട് അല്ലെ. ഓരോന്നും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സീക്വൻസ് ഏതാണ്? നാച്ചുറൽ നമ്പേഴ്സ് ലിവിംഗ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിച്ചാൽ 1 മിച്ചം വരുന്ന സംഖ്യകൾ. ആ സീക്വൻസ് ഏതാണ്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരണം അല്ലെ. അതെങ്ങനെ എഴുതുന്നതാണ് നമ്മൾ പറഞ്ഞത്? റിമൈൻഡർ 1 വരുന്ന ആദ്യത്തെ നമ്പർ ഏതാ? അത് 1 തന്നെയാണ് അല്ലെ. 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 തന്നെയാണ് വരുന്നത്. അടുത്ത നമ്പർ ഏതായിരിക്കും? റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പോൾ ഏതൊക്കെയായിരിക്കും? 4ന്റെ മൾട്ടിപ്പിൾ ഏതൊക്കെയാ? 4, 8, 12, 16 അങ്ങനെ അങ്ങ് പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 4 + 1 5. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 ആയിരിക്കും അല്ലെ. അടുത്ത 4ന്റെ മൾട്ടിപ്പിൾ 8 ആണ് അല്ലെ. 8 + 1 അത് എത്രയാ? 9 അല്ലെ. 9നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 തന്നെയായിരിക്കും. അടുത്ത 4ന്റെ മൾട്ടിപ്പിൾ 12 അല്ലേ. അപ്പോൾ 12 + 1 അതായത് 13 അല്ലേ. 13നെ 4 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 തന്നെയല്ലേ. അടുത്ത സംഖ്യ ഏതായിരിക്കും? 16 + 1 അല്ലേ. അതായത് 17. 17നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കിക്കേ, റിമൈൻഡർ 1 തന്നെയല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ സീക്വൻസ്. 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുന്നത്? അവിടെ ഒരു കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം ഉണ്ടോ എന്ന് നോക്കണം അല്ലെ. തൊട്ടടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ എന്നൊന്ന് നോക്കിക്കേ. ഒന്നാമത്തെയും രണ്ടാമത്തെയും ടേം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാന്ന് നോക്കിക്കേ. രണ്ടാമത്തെ ടേം ഏതാ? 5 അല്ലെ. 5 മൈനസ് ഫസ്റ്റ് ടേം ഏതാണ്? 1 അല്ലെ. അപ്പോൾ 5 - 1 എത്ര കിട്ടുന്നത്? 4 കിട്ടും അല്ലെ. അടുത്തത് രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസോ? 9 - 5 ആണ് അല്ലെ. 9 - 5 എത്ര കിട്ടുന്നത്? 4 കിട്ടും അല്ലെ. ഒരെണ്ണമാണ് നമുക്ക് ചെക്ക് ചെയ്യാം. മൂന്നാമത്തെയും നാലാമത്തെയും ടേം തമ്മിലുള്ള ഡിഫറൻസോ? 13 - 9 അല്ലേ നോക്കേണ്ടത്. 13 - 9 അത് എത്രയാണ്? അതും 4 തന്നെയാണ് അല്ലെ. ഈ സീക്വൻസിലെ തൊട്ടടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് കോമൺ ആണ് അല്ലെ, അല്ലെങ്കിൽ സെയിം ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് ഉള്ളതിനാൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെ. നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ആകാനുള്ള കാരണം എന്തായിരുന്നു? ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ടായിരുന്നു അല്ലെ. ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ്. അടുത്തത് രണ്ടാമത്തത്, നാച്ചുറൽ നമ്പേഴ്സ് ലീവിംഗ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. ഒന്നാമത്തെ ചോദ്യം ഏതായിരുന്നു? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് ആയിരുന്നു അല്ലെ. രണ്ടാമത് ചോദിച്ചിരിക്കുന്നതോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 or 2 ആകാം. അങ്ങനെയാണെങ്കിൽ ആ സീക്വൻസ് ഏതായിരിക്കും? റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കൂടെ റിമൈൻഡർ 2 വരുന്നത് കൂടെ ഉൾപ്പെടുത്തിയാൽ പോരെ. 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് ഏതാ? അത് 2ൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത നമ്പറുകൾ ഏതായിരിക്കും? ആ 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. റിമൈൻഡർ 2 വരണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. 4ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 2 കൂടെ ആഡ് ചെയ്താൽ മതി. 4ന്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 4, 8, 12 അങ്ങനെ അങ്ങ് പോകും അല്ലെ. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ 2 വരുന്ന സംഖ്യകൾ ഏതൊക്കെയായിരിക്കും? 4 + 2 6, 8 + 2 10, 12 + 2 14, 16 + 2 18 ഇതൊക്കെ ആയിരിക്കുമല്ലോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരുന്ന സംഖ്യകൾ. നമ്മളോട് ഏത് സീക്വൻസ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്? റിമൈൻഡർ 1 or 2 വരുന്ന സീക്വൻസാ. അതായത് ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതിയാൽ പോരെ. നമ്മുടെ സീക്വൻസ് അപ്പൊ എന്ത് കിട്ടും? ഈ നമ്പേഴ്സും വേണം, ഈ നമ്പേഴ്സും വേണം അല്ലെ. അതായത് 1, 2, then 5, ഇവിടെ 6, then 9, 10, then 13, 14 etc. ഇതായിരിക്കുമല്ലോ നമ്മുടെ സീക്വൻസ്. റിമൈൻഡർ 1 വരുന്ന സീക്വൻസും റിമൈൻഡർ 2 വരുന്ന സീക്വൻസും കൂടെ ചേർത്ത് നമ്മൾ എഴുതി അല്ലെ. ഇനി ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ഒരു കോമൺ ഡിഫറൻസ് വേണോ അല്ലെ. അപ്പോൾ തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലെ. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസോ? 2 - 1
എത്ര കിട്ടും? 1 കിട്ടും അല്ലെ. അടുത്തത് സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസോ 5 മൈനസ് 2 ചെയ്യണം അല്ലെ. എത്ര കിട്ടും? അത് 3 ആ കിട്ടുന്നത്. തേർഡും ഫോർത്തും തമ്മിലുള്ള ഡിഫറൻസോ 6 മൈനസ് 5 ചെയ്യണം അല്ലെ. അത് എത്ര കിട്ടും? 1 ആ കിട്ടുന്നത്. അതായത് തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം അല്ലല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ലല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതിനുള്ള കാരണം എന്തായിരുന്നു? ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ലല്ലേ. there is no common difference. അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചില്ലല്ലോ. കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് 4 ആയിരുന്നു അല്ലേ. ആദ്യത്തേത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരുന്നു. അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? 4 ആയിരുന്നു അല്ലേ. രണ്ടാമത്തത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ ഒരു സമാന്തര ശ്രേണി അല്ല അല്ലെ. കാരണം എന്നാ? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല, അല്ലെങ്കിൽ പൊതു വ്യത്യാസം ഇല്ല. അടുത്തത് മൂന്നാമത്തത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യയുടെ ഏതാ? 1 2 3 അങ്ങനെ പോകുന്നത് അല്ലെ. അപ്പോൾ അതിന്റെ സ്ക്വയേഴ്സ് 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, 4 സ്ക്വയർ എക്സെട്ര അല്ലെ. 1 സ്ക്വയർ എത്രയാ? 1. 2 സ്ക്വയറോ? 4. 3 സ്ക്വയറോ? 3 into 3 അല്ലെ 9. 4 സ്ക്വയറോ? 4 into 4 16 എക്സെട്ര. ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ സീക്വൻസ്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം അല്ലെ. കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിക്കോ. ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് 4 മൈനസ് 1 അല്ലെ. അത് എത്രയാ? 3. സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസ് 9 മൈനസ് 4 അല്ലെ. 9 മൈനസ് 4 അത് എത്രയാ? 5 അല്ലെ. അതായത് ഈ ഡിഫറൻസുകൾ സെയിം അല്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഒരു കോമൺ ഡിഫറൻസ് ഇവിടെ ഇല്ലല്ലേ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം എന്നാ? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല അല്ലെ. there is no common difference. അടുത്ത നാലാമത്തത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. ആ സീക്വൻസ് ഏതാ? എണ്ണൽ സംഖ്യകളുടെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ അല്ല എടുക്കേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയായിരുന്നു? 1 2 3 എക്സെട്ര. ഇതല്ലായിരുന്നു നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന്റെ റെസിപ്രോക്കൽ എങ്ങനെയായിരിക്കും? 1/1 1/2 1/3 അങ്ങനെ പോകും അല്ലെ. 1/1 1/2 1/3 1/4 എക്സെട്ര. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ വിപരീത ഭിന്നങ്ങൾ. ഇനി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം അല്ലെ. അതായത് ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? 1/2 മൈനസ് 1/1 ചെയ്യണം അല്ലെ. 1/2 മൈനസ് 1/1. ഇതെങ്ങനെ സോൾവ് ചെയ്യണേ? ഫ്രാക്ഷൻസ് സബ്ട്രാക്ട് ചെയ്യണം അല്ലെ. അതിന് രണ്ട് മെത്തേഡ് ആണുള്ളത്. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിലോ ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യാം അല്ലെ. ഞാനിവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പോകുന്നത്. 1 into 1 മൈനസ് 1 into 2 അല്ലെ. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 1 1 into 1 മൈനസ് 1 into 2 1 into 2 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ ഏത് വരും? 2 into 1 വരും അല്ലെ. ഡിനോമിനേറ്റർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 2 into 1 ഈക്വൽ ടു എത്ര വരും? 1 into 1 1 മൈനസ് 1 into 2 2 ഡിവൈഡഡ് ബൈ 2 into 1 2 തന്നെ കിട്ടും അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 2 എത്രയാ? -1 അല്ലെ. -1 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അപ്പോൾ ആദ്യത്തെ രണ്ടാമത്തെ ടൈം തമ്മിലുള്ള ഡിഫറൻസ് -1 ഡിവൈഡ് ബൈ 2 കിട്ടും. അടുത്ത രണ്ടാമത്തെ മൂന്നാമത്തെ തമ്മിലുള്ള ഡിഫറൻസോ 1/3 മൈനസ് 1/2 അല്ലേ ചെയ്യേണ്ടത്. 1/3 മൈനസ് 1/2. ഇതും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. 1 into 2 മൈനസ് 1 into 3 ചെയ്യണം അല്ലെ. 1 into 2 മൈനസ് 1 into 3 ഡിവൈഡഡ് ബൈ 3 into 2 ചെയ്യണം അല്ലെ. 3 into 2 ഈക്വൽ ടു 1 into 2 2 മൈനസ് 1 into 3 3 അല്ലെ. 3 ഡിവൈഡഡ് ബൈ 3 into 2 6 കിട്ടും അല്ലെ. ഈക്വൽ ടു 2 മൈനസ് 3 -1 ഡിവൈഡഡ് ബൈ 6 അല്ലെ. നമുക്ക് എത്ര ആൻസർ കിട്ടും? -1/6 എന്ന് കിട്ടും. ഇവിടെ ഡിഫറൻസ് ഈക്വൽ ആണോ? കോമൺ ആയിട്ടൊരു ഡിഫറൻസ് ഇല്ല അല്ലെ. അത് കാരണം ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? കോമൺ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം എന്നാ? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല അല്ലെ. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആകത്തുള്ളൂ. ഇവിടെ നമുക്ക് അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആയിട്ട് കിട്ടിയില്ല, അതായത് ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്തത് അഞ്ചാമത്തത് പവേഴ്സ് ഓഫ് 2, 2വിന്റെ കൃതികൾ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ പവേഴ്സ് ഓഫ് 2 ഏതൊക്കെയായിരിക്കും? 2 raised to 1,
2 raised to 2, 2 raised to 3, etc. ഇതല്ലായിരിക്കും 2ന്റെ പവേഴ്സ്. 2 raised to 1 എത്രയാ? 2 തന്നെ അല്ലേ? 2 raised to 2, 2 into 2 അല്ലേ? അതായത് 4. 2 raised to 3 2 into 2 into 2 അത് എത്രയായിരിക്കും? 8 അല്ലേ? എക്സെട്ര. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തമ്മിൽ ഡിഫറൻസ് എത്രയാ? 4 - 2 കിട്ടും അല്ലേ? അത് എത്ര കിട്ടും? 2. ഇനി സെക്കൻഡും തേർഡ് തമ്മിൽ ഡിഫറൻസോ? 8 - 4 അല്ലേ? 8 - 4 അത് എത്രയാ? അത് 4 ആണല്ലേ? അതായത് ഇവിടുത്തെ ഡിഫറൻസ് സെയിം ആണോ? ഒരു സെയിം ആയിട്ടുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടിയില്ല. അതായത് ഇവിടെ ഒരു കോമൺ ഡിഫറൻസ് ഇല്ല. അതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കാരണം എന്തായിരുന്നു? there is no common difference. അടുത്തത് ആറാമത്തത്, ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്. ഒറ്റ സംഖ്യകളുടെ പകുതി. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 3, 5, 7, etc. ഇതാണല്ലോ ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ പകുതി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാഫ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 1ന്റെ ഹാഫ് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 എന്ന് എഴുതത്തില്ലേ? 3യുടെ ഹാഫോ 3/2 എന്ന് എഴുതാം അല്ലെ? 5ന്റെ ഹാഫ് 5/2, 7ന്റെ ഹാഫ് 7/2. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന സീക്വൻസ് ഏതാ? 1/2, 3/2, 5/2, 7/2, etc. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നോക്കണം അല്ലെ? ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തമ്മിൽ ഡിഫറൻസ് ഏതാ? 3/2 - 1/2 അല്ലേ ചെയ്യേണ്ടത്? 3/2 - 1/2 ഈക്വൽ ടു സബ്ട്രാക്ട് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? ഇവിടെ ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റർ സെയിം ആ. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? അതായത് നമുക്ക് എങ്ങനെ കിട്ടും? 3 - 1 ഡിവൈഡഡ് ബൈ 2. 3 - 1 എത്രയാ? 2 അല്ലേ? 2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 കിട്ടും അല്ലേ? അടുത്തത് സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണ്ടേ? തേർഡ് ഏതാണ്? 5/2 അല്ലേ? 5/2 - 3/2. 5/2 - 3/2. ഇവിടെയും ഡിനോമിനേറ്റർ സെയിം തന്നെയല്ലേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? ന്യൂമറേറ്റർ സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ? അതായത് 5 - 3 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 5 - 3 2 അല്ലേ? 2 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 എത്രയാ? 1 തന്നെ കിട്ടും അല്ലേ? അതായത് തൊട്ടടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് സെയിം ആയിട്ട് കിട്ടി. ശരിയാണല്ലോ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കോമൺ ഡിഫറൻസ് എത്രയാണ് നമുക്ക് കിട്ടിയത്? അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 1 അല്ലേ കിട്ടിയത്? അതായത് കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ആ സീക്വൻസിന്റെ അടുത്തടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണോ എന്ന് നോക്കിയാൽ മതി അല്ലേ? അതായത് അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമുക്കിവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ? കുറച്ച് റെക്ടാങ്കിൾസ് അടുക്കി വെച്ചിരിക്കുന്ന ഒരു പിക്ചർ. ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കിക്കേ. ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചതുരത്തിലും എത്ര ചെറിയ സമചതുരങ്ങളുണ്ട്? ഓരോ പിക്ചറിലെയും ചെറിയ സ്ക്വയേഴ്സ് എണ്ണി എടുക്കണം അല്ലെ? ഒന്നാമത്തെ പിക്ചർ ചെറിയ സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലെ? 1, 2, 2. അടുത്ത പിക്ചർ ഇവിടെ ചെറിയ സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലെ? 4. അടുത്തത് ഇവിടെയോ 6 എണ്ണം ഉണ്ട് അല്ലെ? 6. അടുത്തതോ 8 എണ്ണം എണ്ണി എടുക്കാൻ പറ്റും, 8 എണ്ണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? വലിയ സ്ക്വയർ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം അല്ലെ? ഇവിടെ വലിയ സ്ക്വയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഈ രണ്ടാമത്തെ പിക്ചറിൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ 4 ചെറിയ സ്ക്വയറുകൾ കൂടുന്നതാണ് ഒരു വലിയ സ്ക്വയർ. ഇങ്ങനത്തെ വലിയ സ്ക്വയർ എത്ര എണ്ണം ഉണ്ടെന്നാണ് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ പിക്ചറിൽ വലിയ സ്ക്വയർ ഉണ്ടോ? ഇല്ലല്ലേ? അത് കാരണം 0. രണ്ടാമത്തെ പിക്ചറിലോ ഒരെണ്ണം ഉണ്ട് അല്ലേ? 1. മൂന്നാമത്തെ പിക്ചറിലോ വലിയ സ്ക്വയർ എത്ര എണ്ണം ഉണ്ട്? ഈ 4 എണ്ണം ചേർത്ത് ഒരു വലിയ സ്ക്വയർ നമുക്ക് ഉണ്ടാകാം അല്ലെ? വേറെ സ്ക്വയർ ഇവിടുന്ന് കിട്ടുമോ? ഈ സൈഡിലെ 4 എണ്ണം വെച്ച് നമുക്ക് അടുത്ത സ്ക്വയർ ഉണ്ടാക്കത്തില്ലേ? അതായത് ഈ മൂന്നാമത്തെ പിക്ചറിൽ വലിയ സ്ക്വയറുകൾ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട് അല്ലേ? 2. അടുത്ത ഈ നാലാമത്തെ പിക്ചറിലോ ആദ്യത്തെ 4 എണ്ണം വെച്ച് ഒരു വലിയ സ്ക്വയർ ഉണ്ടാക്കാം അല്ലെ? പിന്നെയോ ഈ രണ്ടാമത്തെ 4 സ്ക്വയർ വെച്ച് ഒരു വലിയ സ്ക്വയർ ഉണ്ടാക്കാം അല്ലെ? അപ്പോൾ 2 എണ്ണമായി. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? ഈ നടുവിലുള്ള 4 എണ്ണം വെച്ചും ഒരു സ്ക്വയർ ഉണ്ടാക്കത്തില്ലേ? അപ്പോൾ ആകെ വലിയ സ്ക്വയർ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട് അല്ലെ?
3 വലിയ സ്ക്വയർ ഉണ്ട്. അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? ആകെ എത്ര സമചതുരങ്ങളുണ്ട്? ഓരോ പിക്ചറിലും ആകെ എത്ര സ്ക്വയറുകൾ ഉണ്ടെന്ന് നോക്കണം അല്ലെ. ഒന്നാമത്തെ പിക്ചറിൽ അവിടെ ചെറിയ സ്ക്വയറുകൾ മാത്രമേ ഉള്ളൂ അല്ലെ. അത് എത്ര ഉണ്ട്? 2 എണ്ണം. 2. രണ്ടാമത്തെ പിക്ചറിലോ 4 ചെറിയ സ്ക്വയറും ഉണ്ട്, ഒരു വലിയ സ്ക്വയറും ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര സ്ക്വയർ ഉണ്ട്? 5 എണ്ണം അല്ലെ. മൂന്നാമത്തെ പിക്ചറിൽ 6 ചെറിയ സ്ക്വയറും 2 വലിയ സ്ക്വയറും ഉണ്ട് അല്ലെ. അപ്പോൾ 6 2 8. അടുത്ത നാലാമത്തെ പിക്ചറിലോ 8 ചെറിയ സ്ക്വയർ ഉണ്ട്, 3 വലിയ സ്ക്വയർ ഉണ്ട് അല്ലെ. 8 3 11. അടുത്തതിന് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് പിക്ചേഴ്സ് ആർ ദ സീക്വൻസസ് എബോവ് അരിത്തമെറ്റിക് സീക്വൻസ്? ഇങ്ങനെ തുടർന്നാൽ കിട്ടുന്ന ഓരോ ശ്രേണിയും സമാന്തര ശ്രേണിയാണോ? ആദ്യത്തെ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കിക്കേ. ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാണ് അല്ലെ. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിയാൽ പോരെ. ഇവിടെ ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 4 - 2 2 അല്ലെ. സെക്കൻഡും തേർഡും തമ്മിലുള്ള ഡിഫറൻസോ? അതും 2 അല്ലേ. തേർഡും ഫോർത്തും തമ്മിലുള്ള ഡിഫറൻസോ? അതും 2 അല്ലേ. അതായത് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെ. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് 2 അല്ലെ. കോമൺ ഡിഫറൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2. കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. അടുത്ത സീക്വൻസ് നോക്കിക്കേ. ആദ്യം 0 1 2 3 എക്സെട്ര അങ്ങനെ പോവല്ലേ. ഇവിടെയും കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കിക്കേ. ഒന്ന് വീതം ആഡ് ചെയ്താണല്ലേ പോകുന്നത്. അതായത് കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. കോമൺ ഡിഫറൻസ് ഇവിടെ ഉള്ളത് കൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലെ. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 1. അടുത്ത മൂന്നാമത്തത് 2 5 8 11 എക്സെട്ര. ഇവിടെയും കോമൺ ഡിഫറൻസ് ഉണ്ടോ നോക്കിക്കേ. ആദ്യത്തെയും രണ്ടാമത്തെയും ടൈം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 5 - 2 3 കിട്ടും അല്ലെ. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടൈം തമ്മിലുള്ള ഡിഫറൻസോ? 8 - 5 അതും 3 തന്നെയാണ് അല്ലെ. അടുത്ത ടൈമുകൾ തമ്മിലുള്ള ഡിഫറൻസോ? 11 - 8 അതും 3 ആണ് അല്ലെ. അതായത് നമ്മുടെ മൂന്നാമത്തെ സീക്വൻസും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് 3. ഈ തന്നിരിക്കുന്ന 3 സീക്വൻസും ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. കാരണം എന്താ? ഓരോ സീക്വൻസിനും കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലെ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. In the picture below, the perpendiculars drawn from the bottom line are equally spaced. Show that the sequence of heights of perpendiculars on continuing this form an arithmetic sequence. ചിത്രത്തിൽ ഒരേ അകലം ഇടവിട്ടാണ് താഴത്തെ വരയിൽ നിന്ന് ലംബങ്ങൾ വരച്ചിരിക്കുന്നത്. ഇങ്ങനെ തുടരുന്ന ലംബങ്ങളുടെ ഉയരങ്ങളുടെ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് തെളിയിക്കുക. ഒരു ഹിന്റ് കൂടി തന്നിട്ടുണ്ട് അല്ലെ. Draw perpendiculars from the top of each perpendicular to the next. ഓരോ ലംബത്തിന്റെയും മുകളറ്റത്ത് നിന്ന് അടുത്ത ലംബത്തിലേക്ക് ലംബം വരച്ചു നോക്കുക. അപ്പൊ ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 2 ലൈൻസ് വരച്ചിട്ടുണ്ട് അല്ലെ. അതിനകത്ത് ഈ താഴത്തെ ലൈനിൽ നിന്ന് പെർപെൻഡിക്കുലേഴ്സ് അല്ലേ വരച്ചിരിക്കുന്നത്. ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്നത്. അത് വരച്ചിരിക്കുന്നത് എങ്ങനെയാ? ഈക്വൽ ഡിസ്റ്റൻസിലല്ലേ വരച്ചിരിക്കുന്നത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ഹൈറ്റ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന പിക്ചറിൽ ഞാൻ ഹൈറ്റുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ ഈ പെർപെൻഡിക്കുലേഴ്സിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈക്വൽ സ്പേസിലാണ് വരച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ഈ പെർപെൻഡിക്കുലർ തമ്മിലുള്ള അകലം ഞാൻ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ആദ്യത്തെ 2 പെർപെൻഡിക്കുലർ തമ്മിലുള്ള അകലം എക്സ്, രണ്ടാമത്തതും മൂന്നാമത്തതും തമ്മിലുള്ള അകലവും എക്സ് തന്നെയാണല്ലോ. ഓരോ പെർപെൻഡിക്കുലേഴ്സ് തമ്മിലുള്ള അകലം എക്സ് ആയിട്ട് എടുത്തു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഈ പെർപെൻഡിക്കുലേഴ്സിന്റെ ഹൈറ്റ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പ്രൂവ് ചെയ്യണം. പെർപെൻഡിക്കുലേഴ്സിന്റെ ഹൈറ്റ് വെച്ചുള്ള സീക്വൻസ് നമുക്കൊന്ന് എഴുതിയാലോ? ആദ്യത്തെ പെർപെൻഡിക്കുലറിന്റെ അല്ലെങ്കിൽ ലംബത്തിന്റെ ഹൈറ്റ് ഏതാണ്? അത് ഞാൻ എ ബി എന്ന് എഴുതുവാണ്. എ ബി. രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെയോ? അത് സി ഡി അല്ലെ. സി ഡി. മൂന്നാമത്തേതോ? ഇ എഫ്. ഇ എഫ്. നാലാമത്തേത് ജി എച്ച്. അഞ്ചാമത്തേത് ഐ ജെ അല്ലെ. ഐ ജെ എക്സെട്ര. ഇവിടെ ഞാനിപ്പോ എഴുതിയിരിക്കുന്നത് പെർപെൻഡിക്കുലേഴ്സിന്റെ ഹൈറ്റുകളാണ് അല്ലെ. ഇനി ഈ ഹൈറ്റുകൾ എങ്ങനെയാണെന്ന് പ്രൂവ് ചെയ്യണം? ഒരു അരിത്തമെറ്റിക് സീക്വൻസിലാണെന്ന് പ്രൂവ് ചെയ്യണം. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ എന്താ വേണ്ടത്? ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഫിക്സഡ് നമ്പർ ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആയിരിക്കണം അല്ലെ. അതായത്
ഞാനിവിടെ എ ബിയുടെ ലെങ്തിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് ആണല്ലേ എ ബി. എ ബിയുടെ ലെങ്തിലാണ് ഞാൻ ആ സീക്വൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എ ബി. രണ്ടാമത്തെ ടൈം ഏതാണ്? സി ഡി അല്ലേ, അല്ലെങ്കിൽ രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത്. ആദ്യത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്തിൽ നിന്ന് എത്ര കൂടുതലാണ് രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത്? ഈ പിക്ചർ നോക്കിയിട്ടെന്ന് പറഞ്ഞേ. ആദ്യത്തെ പെർപെൻഡിക്കുലറിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട് അല്ലെ. ആ പെർപെൻഡിക്കുലർ പി എന്ന് പറയുന്ന ഈ പോയിന്റിലേക്കാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ ബിയുടെ ഹൈറ്റ് തന്നെയായിരിക്കും അല്ലെ സി പിക്ക് ഉള്ളത്. സി തൊട്ട് പി വരെ എ ബിയുടെ സെയിം ഹൈറ്റ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന് എന്താ എക്സ്ട്രാ വരുന്നത്? പി മുതൽ ഡി വരെയുള്ള ഈ ഹൈറ്റ് അല്ലെ. ഇവിടെ നമുക്കത് ഗ്രീൻ കളറിൽ വരയ്ക്കാം അല്ലെ. ഇത്രയുമാണ് രണ്ടാമത്തെ പെർപെൻഡിക്കുലറിൽ എക്സ്ട്രാ വരുന്നത്. ആ ലെങ്ത് ഞാൻ എ ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് ആദ്യത്തെ ഹൈറ്റിന്റെ കൂടെ എയും കൂടെ കൂട്ടുന്നതായിരിക്കുമല്ലോ. സി തൊട്ട് പി വരെ അത് എ ബിക്ക് ഈക്വൽ ആണല്ലേ. അപ്പോൾ ആദ്യത്തെ പെർപെൻഡിക്കുലറിന്റെ കൂടെ എയും കൂടെ ആഡ് ചെയ്യുന്നതാണ് എന്ത്? രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് അല്ലെ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് അതായത് സി ഡി നമുക്ക് എങ്ങനെ എഴുതാം? എ ബിയുടെ കൂടെ എ ബി പ്ലസ് ഏതും കൂടെ ആഡ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ എയും കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ എ ബി പ്ലസ് എ എന്ന് എഴുതാം അല്ലെ. ഇനി മൂന്നാമത്തെ ഹൈറ്റ് നോക്കിക്കേ. രണ്ടാമത്തെ ഹൈറ്റിന്റെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നതാണ് ഈ മൂന്നാമത്തെ ഹൈറ്റ്? രണ്ടാമത്തെ ഹൈറ്റ് സി ഡി ആണ് അല്ലെ. ഡിയിൽ നിന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ മൂന്നാമത്തെ ഈ ലൈനിലേക്ക് വരച്ചു. അങ്ങനെയാണെങ്കിൽ ഇ ക്യു എത്രയായിരിക്കും? ഇ തൊട്ട് ക്യൂ വരെയുള്ള ലെങ്ത് അത് ഈ രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് തന്നെയായിരിക്കുമല്ലോ. ഇനി പറഞ്ഞേ, ഈ മൂന്നാമത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്തിന്റെ കൂടെ ഈ മുകളിലേക്കുള്ള എക്സ്ട്രാ വരുന്നത് അതായത് ബി ആഡ് ചെയ്താൽ പോരെ. എക്സ്ട്രാ വരുന്നത് ഞാൻ ഗ്രീൻ കളറിൽ വരയ്ക്കാൻ പോവാ. ഇതല്ലേ എക്സ്ട്രാ വരുന്നത്. അതായത് മൂന്നാമത്തെ ഹൈറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റിന്റെ കൂടെ ബിയും കൂടെ ആഡ് ചെയ്താൽ മതി അല്ലെ. അപ്പോൾ ആ സീക്വൻസിൽ വീണ്ടും ഞാൻ അങ്ങനെ എഴുതാൻ പോവാ. രണ്ടാമത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത് അതായത് സി ഡി അല്ലെ. സി ഡിയുടെ കൂടെ ഏതും കൂടെ ആഡ് ചെയ്യുന്നതാണ്? ബിയും കൂടെ, ഈ എക്സ്ട്രാ വരുന്ന ബിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് മൂന്നാമത്തെ പെർപെൻഡിക്കുലറിന്റെ ലെങ്ത്. അടുത്തത് നാലാമത്തെ ടൈം ഒന്ന് നോക്കിക്കേ. നാലാമത്തെ ടൈം ഏതായിരുന്നു? നാലാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് അല്ലെ. നാലാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് ഏതാ? ജി എച്ച് അല്ലെ. ആ ജി എച്ച് മൂന്നാമത്തെ ഹൈറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? മൂന്നാമത്തെ ഹൈറ്റിനെ കഴിഞ്ഞും എത്ര കൂടുതലാണ്? മൂന്നാമത്തെ ഹൈറ്റ് ഇ എഫ് അല്ലെ. ഇവിടുന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചിട്ടുണ്ട്. അതായത് ഇ എഫും ജി ആറും ഈക്വൽ ആണ് അല്ലെ. ഇ എഫിന്റെ അതേ നീളം തന്നെയാണ് എവിടെയും ജി തൊട്ട് ആറ് വരെ. അപ്പോൾ എന്താ എക്സ്ട്രാ വന്നിരിക്കുന്നത്? അല്ലെങ്കിൽ എന്താ ആഡ് ചെയ്തിരിക്കുന്നത് നാലാമത്തത് കിട്ടാനായിട്ട്? 6 മുതൽ എച്ച് വരെയുള്ള നീളമാണല്ലേ ആഡ് ചെയ്തിരിക്കുന്നത്, അതായത് സി. നാലാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൂന്നാമത്തത് പ്ലസ് സി അല്ലെ. മൂന്നാമത്തതിന്റെ കൂടെ എക്സ്ട്രാ വരുന്ന ഈ സിയും കൂടെ ആഡ് ചെയ്യുക. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ഇ എഫ് പ്ലസ് സി എന്ന് എഴുതാം അല്ലെ. അതുപോലെ തന്നെ അഞ്ചാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് വന്ന് നോക്കിക്കേ. നാലാമത്തതിന്റെ കൂടെ ഏതും കൂടെ ആഡ് ചെയ്യുന്നതാണ്? ഈ ഡിയും കൂടെ ആഡ് ചെയ്യുന്നതാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തതിന്റെ ഹൈറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? ജി എച്ച് പ്ലസ് നാലാമത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് പ്ലസ് ഡി എന്ന് എഴുതത്തില്ലേ, എക്സെട്ര. അങ്ങനെ പോകും നമ്മുടെ ആ സീക്വൻസ്. ആദ്യം നമ്മൾ എഴുതിയതായിരുന്നു നമ്മുടെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് അല്ലെ. അതിന്റെ സീക്വൻസ് ആണ് ആദ്യം എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തതോ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഏത് ഫോമിൽ എഴുതി? തൊട്ട് മുൻപിലത്തെ ടൈമിൽ നിന്ന് നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ചല്ലേ. ഫസ്റ്റ് ടൈം എ ബി, സെക്കൻഡ് ടൈമോ ഫസ്റ്റ് ടൈമിന്റെ കൂടെ എ ആഡ് ചെയ്തു, തേർഡ് ടൈമോ സെക്കൻഡ് ടൈമിന്റെ കൂടെ ബി ആഡ് ചെയ്തു. അടുത്തത് എങ്ങനെ കിട്ടിയത്? തേർഡ് ടൈമിന്റെ കൂടെ സി ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? ഇങ്ങനെ ആഡ് ചെയ്യുന്ന പോകുന്ന ഈ സീക്വൻസ് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അരിത്തമെറ്റിക് സീക്വൻസ് എന്തായിരുന്നു? ഒരു ടൈമിൽ തുടങ്ങി ഒരു ഫിക്സഡ് നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് പോകുന്ന സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെ. അപ്പൊ ഇവിടെയും ഒരു നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആദ്യത്തെ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റ് അല്ലെ. അതായത് ആദ്യം വരച്ച ആ പെർപെൻഡിക്കുലറിന്റെ ഹൈറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം ആഡ് ചെയ്താണല്ലേ പോയിരിക്കുന്നത്. പക്ഷെ ഒരു ഫിക്സഡ് നമ്പർ അല്ല ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. ആദ്യം ആഡ് ചെയ്തത് എ അല്ലെ, രണ്ടാമത് ആഡ് ചെയ്തത് ബി, മൂന്നാമത് ആഡ് ചെയ്തത് സി. അങ്ങനെ ആഡ് ചെയ്താണ് പോയിരിക്കുന്നത്. പക്ഷെ ഫിക്സഡ് നമ്പർ ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ് പ്രൂവ് ചെയ്യാൻ എന്ത് പ്രൂവ് ചെയ്താൽ മതി?
ഇങ്ങനെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത് ഒരു ഫിക്സഡ് നമ്പർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? അതായത് എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ഈക്വൽ ടു ഡി അങ്ങനെ പ്രൂവ് ചെയ്താൽ പോരെ? ആഡ് ചെയ്ത് പോകുന്ന നമ്പറുകളല്ലേ എ ബി സി ഡി അങ്ങനെയുള്ളത്, അതെല്ലാം സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? ഇനി ഇവിടെ പിക്ചറിലേക്ക് നോക്കിക്കേ. ഇവിടെ നമുക്ക് കുറെ ട്രയാങ്കിൾസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇത് ഒന്നാമത്തെ ട്രയാങ്കിള്, ഇത് രണ്ടാമത്തത്, ഇത് മൂന്നാമത്തത്, ഇത് നാലാമത്തത്, ഇങ്ങനെ 4 ട്രയാങ്കിൾസ് കാണുന്നുണ്ട് അല്ലേ? ഈ 4 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡുകൾ എ ബി സി ഡി അതെല്ലാം ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടുമല്ലോ. ആ നമ്പേഴ്സ് അല്ലേ ഇവിടെ ആഡ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ എയും ബിയും സിയും ഡിയും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ കിട്ടിയിരിക്കുന്നത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറയാലോ. ഈ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും സൈഡുകൾ ഈക്വൽ ആണോ? ഈ അടിയിലെ സൈഡുകളെല്ലാം ഈക്വൽ അല്ലെ? അത് എത്ര വെച്ചാണ്? എക്സ് വെച്ചാണ് അല്ലെ? കാരണം ഈ പെർപെൻഡിക്കുലർ എക്സ് ഡിസ്റ്റൻസിലാണ് വരച്ചു വെച്ചിരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് തന്നെയാണല്ലോ ഇവിടുത്തെയും. അതായത് ആ ട്രയാങ്കിളിന്റെ അടിയിലത്തെ സൈഡ് എല്ലാം ഈക്വൽ ആണ്. ഏതൊക്കെ സൈഡ്? ബി പി, ഡി ക്യു, എഫ് ആർ, എച്ച് എസ് ഇതെല്ലാം ഈക്വൽ ആണ് അല്ലെ? ബി പി ഈക്വൽ ടു ഡി ക്യു ഈക്വൽ ടു എഫ് ആർ ഈക്വൽ ടു എച്ച് എസ് ഈക്വൽ ടു അത് എത്രയാണ്? എക്സ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അല്ലെ? അടുത്തത് വേറെ ഏതെങ്കിലും സൈഡ് ഈക്വൽ ആണെന്ന് അറിയാവോ? ഇല്ല അല്ലെ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഏതെങ്കിലും ഈക്വൽ ആണോ നോക്കിക്കേ. നമ്മൾ ഈ വരച്ചിരിക്കുന്ന ലൈൻ എല്ലാം ഈ ബേസ് ലൈനിന് പാരലൽ ആയിട്ടാണല്ലോ. അതായത് ഈ ആംഗിൾ എത്രയായിരിക്കും? അത് 90 ഡിഗ്രി വെച്ചായിരിക്കുമല്ലോ. എല്ലാ ട്രയാങ്കിളിന്റെയും ഈ ആംഗിൾ 90 ഡിഗ്രി വെച്ചായിരിക്കും. അപ്പോൾ ഒരു ആംഗിൾ ഈക്വൽ ആണല്ലോ. ഏതൊക്കെ ആംഗിൾ ആണ്? ആംഗിൾ പി, ആംഗിൾ ക്യൂ, ആംഗിൾ ആർ, ആംഗിൾ എസ് ഇതെല്ലാം 90 ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ? ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ ക്യൂ ഈക്വൽ ടു ആംഗിൾ ആർ ഈക്വൽ ടു ആംഗിൾ എസ് ഇതെല്ലാം എത്ര ഡിഗ്രി വെച്ചായിരിക്കും? 90 ഡിഗ്രി വെച്ചായിരിക്കും അല്ലെ? ഇനി വേറെ ഏതെങ്കിലും ആംഗിൾ ഈക്വൽ ആണോ? ഓരോ ട്രയാങ്കിളിന്റെയും ഈ സൈഡിലെ ആംഗിൾസ് ഒന്ന് നോക്കിക്കേ, അതെല്ലാം ഈക്വൽ ആയിരിക്കുമോ? ഈ വരച്ചിരിക്കുന്നതെല്ലാം ബേസിന് പാരലൽ ആയിട്ടുള്ള ലൈനല്ലേ വരച്ചിരിക്കുന്നത്. അങ്ങനെ പാരലൽ ആയി വരച്ചിരിക്കുന്ന ലൈനിനെ കട്ട് ചെയ്യുന്ന മറ്റൊരു ലൈനാണ് ഈ ചെരിച്ച് വരച്ചിരിക്കുന്ന നീല ലൈൻ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾസിന് വിളിക്കുന്ന പേരെന്തായിരിക്കും? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലേ? പാരലൽ ലൈൻസിനെ ക്രോസ് ചെയ്ത് വരയ്ക്കുന്ന മറ്റൊരു ലൈൻ അപ്പോഴുണ്ടാകുന്ന ഒരു കോണാണ് എന്ത്? കറസ്പോണ്ടിങ് ആംഗിൾ അല്ലെ? ആ കറസ്പോണ്ടിങ് ആംഗിൾസ് അല്ലെങ്കിൽ സമസ്ഥാനീയ കോണുകൾ അവയെല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് ഈ ട്രയാങ്കിൾസിന്റെ എല്ലാം രണ്ടാമത്തെ ആംഗിൾ ഈക്വൽ ആണ് അല്ലെ? ഏതൊക്കെ? കോൺ ബി, കോൺ ഡി, കോൺ എഫ്, കോൺ എച്ച് ഇതെല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. കോൺ ബി ഈക്വൽ ടു കോൺ ഡി ഈക്വൽ ടു കോൺ എഫ് ഈക്വൽ ടു കോൺ എച്ച്. കാരണം എന്താണ്? അത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ? ഈ 4 ട്രയാങ്കിൾസിന്റെയും എന്തൊക്കെ ഈക്വൽ ആണെന്ന് നമ്മൾ പറഞ്ഞു? ഒരു സൈഡും ആ സൈഡിന്റെ രണ്ടറ്റത്തുമുള്ള കോണുകളും ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലെ? അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിൾസ് ഈക്വൽ ആയിരിക്കുമല്ലോ. ഒരു ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറയാനായിട്ട് അത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്താൽ പോരെ? ഒരു സൈഡും അതിന്റെ രണ്ട് വശത്തുള്ള കോണുകളും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് അല്ലെ? ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരെന്താ? ASA പ്രോപ്പർട്ടി അല്ലെ? ആംഗിൾ സൈഡ് ആംഗിൾ പ്രോപ്പർട്ടി അല്ലെ? സോ ബൈ ASA പ്രോപ്പർട്ടി ദീസ് ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ആ ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ആംഗിളിൽ ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ ഈക്വൽ ആയിരിക്കുമല്ലോ. അതായത് ഏതൊക്കെ സൈഡുകൾ ഈക്വൽ ആയിരിക്കും? നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് PD, QF, RH, SJ ഈ സൈഡുകളെല്ലാം ഈക്വൽ ആയിരിക്കുമല്ലോ. ആ സൈഡുകളുടെ ലെങ്ത് അല്ലേ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത്? ഏത്? A, B, C, D അങ്ങനെ അല്ലെ? അതായത് നമുക്ക് എന്ത് കിട്ടും? A ഈക്വൽ ടു B ഈക്വൽ ടു C ഈക്വൽ ടു D എന്ന് നമുക്ക് കിട്ടും അല്ലെ? എയും ബിയും സിയും ഡിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതിയിരിക്കുന്ന ഈ സീക്വൻസ് അതിനകത്ത് ഈ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. എയും ബിയും സിയും ഡിയും ഈക്വൽ ആണെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ഈക്വൽ ആയതുകൊണ്ട് എക്കും ബിക്കും സിക്കും ഞാൻ ഡി എന്ന് പറയുന്ന വാല്യൂ ആട്ടോ കൊടുക്കുന്നത്. ഡി കാരണം അത് കോമൺ ഡിഫറൻസ് ആണെന്ന് പറയാനാട്ടോ. കോമൺ ഡിഫറൻസിന്റെ ലെറ്റർ ഡി ആണ്, അതുകൊണ്ടാണ് ഞാൻ ഡി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എയും ബിയും സിയും ഡിയും ഈക്വൽ ആയതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഞാൻ ഡി എന്നാണ് എടുക്കുന്നത്. അപ്പൊ ഈ സീക്വൻസ് എങ്ങനെ വരും? ഫസ്റ്റ് ടൈം എ ബി, സെക്കൻഡ് ടൈം എ ബിയുടെ കൂടെ എ കൂട്ടി അല്ലെ? അതായത് എ ബി പ്ലസ് എക്ക് പകരം നമുക്ക് എന്തെടുക്കാം? ഡി അല്ലെ? ഡി.
അടുത്ത ടൈമോ സി ഡി പ്ലസ് ബി ആണ് അല്ലെ, അതായത് സി ഡി പ്ലസ് ഡി. ബിക്ക് പകരം ഞാൻ ഏതാ കൊടുക്കുന്നത്? ഡി അല്ലെ, കാരണം എന്താ ബി ഡി ഈക്വൽ ആണല്ലേ. അടുത്തത് ഇ എഫ് പ്ലസ് സി ആണല്ലേ, ഇ എഫ് പ്ലസ് സിക്ക് പകരം നമുക്ക് ഏതെടുക്കാം? ഡി എടുക്കാം അല്ലെ, ഡി. അടുത്തത് ജി എച്ച് പ്ലസ് ഡി ആണല്ലോ, ജി എച്ച് പ്ലസ് ഡി എക്സെട്ര, ഇങ്ങനെ അങ്ങ് പോകും. അതായത് ഈ സീക്വൻസ് നോക്കിക്കേ, ഫസ്റ്റ് ടൈം എ ബി അല്ലെ, സെക്കൻഡ് ടൈം എങ്ങനെ കിട്ടി? എ ബിയുടെ കൂടെ ഡി കൂട്ടിയാൽ മതി. അടുത്ത ടൈമോ വീണ്ടും ഡി കൂട്ടിയാൽ മതി അല്ലെ, അടുത്ത ടൈമോ വീണ്ടും ഡി കൂട്ടിയാൽ മതി. അതായത് ഒരു നമ്പറിൽ തുടങ്ങി ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്താണ് ഈ സീക്വൻസ് വന്നിരിക്കുന്നത് അല്ലേ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സീക്വൻസ് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പെർപെൻഡിക്കുലർസിന്റെ ഹൈറ്റുകൾ എങ്ങനെയായിരിക്കും? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും അല്ലെ. ഇറ്റ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ചെയ്തത് എങ്ങനെയാന്ന് മനസ്സിലായോ? ആദ്യം നമ്മൾ പെർപെൻഡിക്കുലർസിന്റെ ഹൈറ്റുകൾ വെച്ചൊരു സീക്വൻസ് ഫോം ചെയ്തു. ആ സീക്വൻസിനെ വേറൊരു രീതിയിൽ എഴുതി. ഫസ്റ്റ് ടൈം എ ബിയോട് എക്സ്ട്രാ എയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഹൈറ്റ് കിട്ടും അല്ലെ. അതാണ് രണ്ടാമത് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തേതോ ഈ സെക്കൻഡ് ഹൈറ്റിൽ നിന്ന് എക്സ്ട്രാ വരുന്ന ഈ ബിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തേർഡ് ഹൈറ്റ് കിട്ടും അല്ലെ. അടുത്തതോ തേർഡ് ഹൈറ്റിന്റെ കൂടെ എക്സ്ട്രാ വരുന്ന ഈ സിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർത്ത് ഹൈറ്റ് കിട്ടും. അതുപോലെ തന്നെ ലാസ്റ്റത്തതോ ഫോർത്ത് ഹൈറ്റിന്റെ കൂടെ എക്സ്ട്രാ വരുന്നത് ഏതാ? ഡി ആണ് അല്ലെ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിഫ്ത്ത് ഹൈറ്റ് കിട്ടും. അങ്ങനെ തൊട്ട് മുമ്പുള്ള ഒരു ഹൈറ്റിൽ നിന്ന് ആഡ് ചെയ്താണ് ഓരോ നമ്പറുകളും കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ തൊട്ട് മുമ്പുള്ള ഒരു ഹൈറ്റിൽ നിന്ന് സെയിം നമ്പർ ആഡ് ചെയ്താ പോകുന്നതെങ്കിൽ അതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും അല്ലെ. ആ സെയിം നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഹൈറ്റിൽ നിന്ന് ഒരു സെയിം നമ്പർ ആണ് ആഡ് ചെയ്ത് പോകുന്നത് എങ്കിൽ അതിനെ എന്തെന്ന് പറയും? അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ഈ ആഡ് ചെയ്ത് പോകുന്ന എ ബി സി ഡി അതൊക്കെയല്ലേ ആഡ് ചെയ്ത് പോകുന്നത്? അതല്ല ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലെ. സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആകുന്നത്. അതുകൊണ്ടാണ് അത് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്തത് എങ്ങനെയാ? മുകളിൽ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിൾസ് എല്ലാം ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അതാണ് ഈ പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഒരു സൈഡും അതിന്റെ രണ്ടറ്റത്ത് കിടക്കുന്ന ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ആ പ്രോപ്പർട്ടിയായ ASA പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്തത്. അങ്ങനെ നമ്മൾ ആ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ട്രയാങ്കിൾസ് എല്ലാം പരസ്പരം ഈക്വൽ ആണെങ്കിൽ അതിന്റെ സൈഡുകളും ഈക്വൽ ആയിരിക്കണ്ടേ? ആ സൈഡുകളല്ലേ എ ബി സി ഡി അങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് എന്ത് കിട്ടി? എയും ബിയും സിയും ഡിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. അരിത്തമെറ്റിക് സീക്വൻസിനും അത് തന്നെയല്ലായിരുന്നു വേണ്ടത്. ആ കൂട്ടി പോകുന്ന സംഖ്യയായ എ ബി സി ഡി ഇവയെല്ലാം ഈക്വൽ ആണെന്ന് കിട്ടിയാൽ പോരായിരുന്നോ? അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി അല്ലെ. ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞതിൽ നിന്ന് എയും ബിയും സിയും ഡിയും ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് നമ്മൾ ആദ്യം എഴുതിയ ആ സീക്വൻസ് എങ്ങനെയായിട്ട് മാറി? ഒരു നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് സെയിം നമ്പർ ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് ആയിട്ട് കിട്ടി അല്ലെ. അതായത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് കിട്ടി അല്ലെ. ഇത്രയായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്.